ഹലോ, സുഖം തന്നെയല്ലേ എല്ലാവർക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത് വേറൊരു കഥയുമായാണ്. ഒരു പെൺകുട്ടിയുടെ കഥ. നമ്മുടെ ഇന്നത്തെ കഥയിലെ നായികയ്ക്ക് ഏകദേശം 25ഓളം വയസ്സ് പ്രായമുണ്ട്. എൻ്റെ ജോലിയുടെ ഭാഗമായി ആശുപത്രിയിൽ അഡ്മിറ്റാകുന്ന രോഗികളുടെ ഹിസ്റ്ററി വായിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഇവിടെ വരുന്ന രോഗികളുടെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി ചോദിക്കുകയും മെഡിക്കൽ റെക്കോർഡ്സിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് എന്തൊക്കെ രേഖപ്പെടുത്തിയാലും അതെപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. ആരോഗ്യ പ്രവർത്തകർക്ക് അതെപ്പോൾ വേണമെങ്കിലും വായിക്കാം, മനസ്സിലാക്കാം. വളരെ നൊമ്പരപ്പെടുത്തുന്ന കഥകൾ കാണാറുണ്ട് അവിടെ. ജോലിയുടെ ഭാഗമായതുകൊണ്ടാവാം വായിച്ച് മുന്നോട്ട് പോകും, അത്രമാത്രം. നമ്മുടെ ഇന്നത്തെ കഥയിലെ നായിക വളരെ രോഗങ്ങൾക്ക് അടിമയാണ്. എപ്പോഴും അവളെ രോഗങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ അവളുടെ ഏറ്റവും വലിയ പ്രശ്നം ചുഴലി എന്ന രോഗമാണ്. ഹിസ്റ്ററി വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, 8ാം വയസ്സിൽ അപ്പനും അമ്മയും വേർപിരിഞ്ഞതിൽ പിന്നെ ആണ് പല പ്രശ്നങ്ങളും ആരംഭിച്ചത്. മുത്തശ്ശിയാണ് അവളെയും ഇളകുട്ടിയെയും വളർത്തിയത്. വളരെ സന്തോഷമായി കഴിഞ്ഞിരുന്ന ഒരു കുടുംബമായിരുന്നു. എന്തോ കാര്യത്തിന് അവർ പിരിഞ്ഞു. ഒരുപക്ഷെ അവർ വീണ്ടും ആ അപ്പനും അമ്മയും ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തിയിട്ടുണ്ടാവാം. പക്ഷേ ആ കുരുന്നുകളുടെ ജീവിതം നശിച്ചു പോയതിൻ്റെ വില ആര് നൽകും? എപ്പോഴും എല്ലാം സഹിച്ച് ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നില്ല. പക്ഷേ കുറേയൊക്കെ മറക്കുകയും പൊറുക്കുകയും ചെയ്യാതെ ഒരു ബന്ധങ്ങളും ഈ ലോകത്തിൽ മുന്നോട്ട് പോവില്ല. ഒരിക്കലും വിട്ടുകൊടുക്കാത്ത ചില വ്യക്തികളുണ്ട്. രണ്ടുപേരും ഒരുപോലെ ആകുമ്പോൾ ബന്ധങ്ങൾ അകലുന്നു. മിക്ക ഡൈവോഴ്സുകൾക്കും പിന്നിൽ ഒരു ഈഗോയുടെ മൂർത്തിഭാവം നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ബന്ധങ്ങൾ പിരിയുമ്പോൾ, ഒന്നിച്ചുണ്ടായിരിക്കേണ്ടവർ അകലുമ്പോൾ വേദനിക്കുന്ന, ഇരുളടഞ്ഞു പോകുന്ന ചില ജീവിതങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾ. അവരെ ഓർത്തെങ്കിലും നമ്മുടെ ഈഗോ കുറച്ചൊക്കെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് വേർപിരിയലിൻ്റെ വക്കീലെത്തിയ ചില ജീവിതങ്ങൾ. ആരുടെയോ ഭാഗ്യം കൊണ്ട് തുടർന്നു പോയിട്ട് ഏറ്റവും സ്നേഹത്തിൻ്റെ ഉദാത്ത ഭാവങ്ങളായി ആ ജീവിതങ്ങൾ മാറുന്നത്. ബൈബിളിൽ പറയുന്നു, നിങ്ങൾ 70 വട്ടം ക്ഷമിക്കണമെന്ന്. ചില സന്ദർഭങ്ങളിൽ ഒരു തവണ നിങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിച്ചാൽ, പൊറുക്കാൻ സാധിച്ചാൽ, ഒരുപക്ഷെ രക്ഷപ്പെടുന്നത് പല ജീവിതങ്ങളാകാം, നിങ്ങളുടേത് ഉൾപ്പെടെ. ഒരു ചെറിയ വിഭാഗത്തെയല്ല ഞാനിവിടെ വിമർശിക്കുന്നത്. മറ്റുള്ളവരുടെ ക്ഷമ ദുരുപയോഗം ചെയ്യുന്നവരും ഉണ്ടാകാം. ഞാൻ സംസാരിക്കുന്നത് എല്ലായ്പ്പോഴും ഭൂരിപക്ഷത്തെ ഉദ്ദേശിച്ചാണ്. നമ്മുടെ ഇടയിൽ ബന്ധങ്ങൾ ഒലയാതെ എന്നും അത് ഊഷ്മളമായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. വഴക്കുണ്ടാക്കിയതും വാശി പിടിച്ചതുമെല്ലാം വെറും മിഥ്യയായിരുന്നെന്ന് തിരിച്ചറിയുമ്പോഴേക്കും ഒരുപക്ഷെ വളരെ വൈകിയേക്കാം. അതിനിടയിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതം തന്നെയാകാം. ചിന്തിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.